രാജ്യത്തെ LPG പ്രതിസന്ധിയെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക LPG വിതരണത്തിനാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുൻഗണന നൽകുന്നത്. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ ഒഴിവാക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനുള്ള കാലയളവ് 25 ദിവസമായി ഉയർത്തി. 2 സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനിടയിലെ സമയപരിധി 25 ദിവസമാകും. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ, ഈ 25 ദിവസത്തെ കാലയളവ് വരുമ്പോൾ ഒരു LPG ഈ സിലിണ്ടർ പൂഴ്ത്തിവെപ്പിലൂടെ കൃത്രിമക്ഷാമം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് നടപടിയായിരിക്കും കേന്ദ്രം സ്വീകരിക്കുക? എന്താണ് ഇപ്പോൾ പറയുന്നത്? കീർത്തന, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് LPG പ്രതിസന്ധി ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു പ്രതിപക്ഷം അടക്കം ഉയർത്തിയത്. ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി അത് രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സാഹചര്യത്തിൽ ഗാർഹിക വിതരണത്തിന് വേണ്ടിയിട്ടുള്ള LPG അത് അധിക ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം തന്നെ 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള കാലയളവ് അത് 25 ദിവസമാക്കി ഉയർത്തിയിട്ടുമുണ്ട്. നേരത്തെ അത് 55 ദിവസമായിരുന്നു. ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് കണക്കിലെടുത്ത് അത് 15 ദിവസത്തെ ഇടവേളയായി മാറുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതായിട്ട് പെട്രോളിയം മന്ത്രാലയം നിരീക്ഷിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 25 ദിവസം എന്നുള്ള ഒരു ലിമിറ്റഡ് ഡേറ്റ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിലിണ്ടറുകൾ അത് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. ആദ്യ മുൻഗണന നൽകേണ്ടത് അത് ഗാർഹിക ഉപഭോക്താക്കൾക്കായിരിക്കണം. മറ്റ് വാണിജ്യ ഉപഭോക്താക്കൾ, അതായത് ഏറ്റവും അതിനകത്ത് പ്രധാനമായിട്ടും ആശുപത്രി, സ്കൂൾ തുടങ്ങിയ ആവശ്യക്കാരായിട്ടുള്ള വാണിജ്യ ഉപഭോക്താക്കൾക്ക് കുറച്ചുകൂടി മുൻഗണന നൽകണം. മറ്റ് റെസ്റ്റോറന്റ്, ഹോട്ടൽ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള വാണിജ്യ ഉപഭോക്താക്കൾക്കായിട്ടുള്ള പ്രത്യേക അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക യോഗം കൂടി ഇന്ന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യ മുൻഗണന ഗാർഹിക ഉപഭോക്താക്കൾക്ക്, പിന്നാലെ സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയവർക്ക്, ഒപ്പം തന്നെ ഏറ്റവും അവസാനം ഹോട്ടൽ, റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായക യോഗം കൂടി ഇന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. 25 ദിവസമാക്കി ഉയർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാജ്യത്ത് LPG പ്രതിസന്ധി ഉണ്ടെന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രുതി, കീർത്തനം. ശരി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.